കുട്ടീസ്, വെൽക്കം ടു ഈസി സ്റ്റഡി. ഇന്ന് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഐ. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോയിനെ കാണിച്ചിട്ടാണ് പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. യു. യു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടി വേറെ കുട്ടീനോട് പറയും യു. ഇപ്പോൾ ഐ എന്ന് പറയുമ്പോൾ ഐ ആം എ ബോയ് അങ്ങനെ പറയില്ലേ, അതിൻ്റെ ഐ ആണ് ഫസ്റ്റത്തെ തന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് യു. യു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബോയ് ഒരു ഗേളിനോട് പറയാണ് യു. യു പറഞ്ഞാൽ എന്താണ്? നീ. യു, നീ, നിങ്ങൾ അങ്ങനെയൊക്കെ പറയും യു. അപ്പോൾ യു ആർ എ ഗേൾ, യു ആർ ഗേൾ അങ്ങനെയും പറയും. മനസ്സിലായോ? അപ്പം നീ, യു ആർ. ഇപ്പം നമ്മളെന്തെങ്കിലും പറയണേ യു ആർ അങ്ങനെ പറയില്ലേ, അപ്പോൾ യു. വി പറഞ്ഞ എന്താണ്? രണ്ട് പേര് ഇല്ലെങ്കിൽ രണ്ട് പേരിൽ കൂടുതലുണ്ടെങ്കിലും രണ്ട് പേരാണെങ്കിലും നമ്മൾ എന്താ പറയുക? വി ആർ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സാണ് എന്ന് പറയില്ലേ. അപ്പോൾ ഒരു ബോയും രണ്ട് ഗേൾസുമാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അവരിന് എന്താ പറയുക? ദേ ആർ ഗേൾസ്, അവർ ഗേൾസാണ്. ദേ എന്ന് പറയുന്നുണ്ടാ? ദേ ആർ എ ഗേൾസ്, ദേ ആർ ഗേൾസ്. മനസ്സിലായോ? അപ്പോൾ ഒരു ബോയ് അപ്പുറത്ത് നിന്ന് പറയും ദേ ആർ, അപ്പോൾ ദേ രണ്ടുപേരിനെ പറയണം ദേ. ഇനി ഹീ പറഞ്ഞ എന്താ? ഹീ പറഞ്ഞാൽ അവൻ. ഇപ്പം നമ്മൾ വേറെ ബോയിനെ പറയുമ്പോഴാണ് ഹീ എന്ന് പറയുക. നമ്മൾ ബോയ് ആണെങ്കിൽ നമ്മൾ തന്നെ പറയും ഐ എന്നാ പറയുള്ളൂ. നമ്മളെ ഹീ എന്ന് പറയില്ല. പക്ഷെ വേറൊരാൾ നമ്മളെന്താ പറയുക? ഹീ. നമ്മൾ ബോയ് ആണെങ്കിൽ നമ്മളെ ഹീ പറയും. അത് ഗേൾ ആണെങ്കിൽ എന്താ പറയുക? ഷീ. എസ് അപ്പുറത്തിടുക, എച്ച് ഇൻ്റെ അപ്പുറത്ത് എസ് ഇട്ട ഹീ. അപ്പോൾ ഒരു ഗേൾ ആണെങ്കിൽ എന്താ പറയുക? ഷീ. ബോയ് ആണെങ്കിൽ എന്താ പറയുക? ഹീ. ഇനി ഇറ്റ് പറഞ്ഞാൽ എന്താ? ഇറ്റ് പറഞ്ഞാൽ ഇപ്പം അതിൽ കാണിക്കുന്നത് ഒരു കുട്ടി പൂച്ചനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ക്യാറ്റ്, അതൊരു ക്യാറ്റാണ്. ഇറ്റ് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് തിങ്സ്, ഓരോ തിങ്സിന്, ഓരോ സാധനത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളെ പറയുന്നതാണ്. ഇപ്പോൾ ഇറ്റ് ഈസ് എ ഒരു ബൊമ്മക്കുട്ടി ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടോയ്, ഇറ്റ് ഈസ് ടോയ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. എന്താ ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഒരു പൂച്ചയാണ്. ഇറ്റ് ഈസ് ക്യാറ്റ്. ഇറ്റ് നമ്മൾ അവിടെ പറയും. അപ്പം ഐ, യു, വി, ദേ, ഹീ, ഷീ, ഇറ്റ്. ഐ എന്ന് പറഞ്ഞാൽ ഒരാൾ. ഇപ്പം നമ്മൾ പറയുന്നതാണ് ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ. യു എന്ന് പറഞ്ഞാൽ എന്താണ്? നീ. യു, നിങ്ങൾ, നീ എന്നൊക്കെ പറയുന്നതാണ് യു. അപ്പോൾ വി പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരാൾ കൂടുതൽ പേരുണ്ടെങ്കിൽ എന്താ പറയുക? നമ്മൾ, വി ആർ ഫ്രണ്ട്സ്. ഹീ പറഞ്ഞാൽ എന്താ? ഹീ പറഞ്ഞാൽ നമ്മൾ വേറൊരു ബോയിനെ പറയണ ഹീ, വേറെ ബോയിനെ പറയുന്ന ഇതാണ് ഹീ. ഷീ പറഞ്ഞാൽ വേറൊരു ഗേളിനെ നമ്മൾ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ അങ്ങനെ പറയില്ല, അവൾ നല്ല ചന്തമുണ്ട് അങ്ങനെ പറയുന്നതാണ് ഷീന്ന് പറയുന്നതാണ്. ഒരു പെൺകുട്ടിനെ പറയുന്നതാണ് ഷീ. നമ്മൾ വേറൊരു പെണ്ണിനെ പറയുമ്പോൾ ഷീ വരും. ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സംഭവത്തിൽ ഇറ്റ് ഈസ് എ കൗ, ഇറ്റ് ഈസ് കൗ അങ്ങനെ നമ്മൾ പറയില്ലേ, അത് ഒരു കൗ ആണ്. ഇറ്റ് ഈസ് ബോക്സ്, ഇറ്റ് ഈസ് പെൻസിൽ അത് പറയില്ലേ, അതിനെയാണ് ഇറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു പിക്ചർ നോക്കാം. ഇതാണ്ടോ, ഇതിൽ ഫസ്റ്റ് വൺ ഈസ് ഒരു ഗേളാണ്. ആ കുട്ടി ഐ പറയുമ്പോൾ ഐ ആം എ ഗേൾ. ഫസ്റ്റ് വൺ ഈസ് ഐ ആം എ ഗേൾ. സെക്കൻഡ് നിൽക്കുക രണ്ട് ഗേൾസാണ്. അപ്പോൾ യു പറയുന്നത് യു ആർ എ ഗേൾ, യു എന്ന് പറഞ്ഞാൽ നീ. യു നിന്നെ എങ്ങനെ പറയുന്നത്? യു. തേർഡ് വൺ ഈസ് വി പറഞ്ഞാൽ എന്താ? രണ്ട് കുട്ടികളുണ്ട്, രണ്ട് കുട്ടികളിൽ കൂടുതലും ഉള്ളതിന് എന്താ പറയുക? വി ആർ ഫ്രണ്ട്സ് അങ്ങനെ പറയും. ഇനി ദേ കണ്ടോ, ദേയിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളവരിന് രണ്ട് പേരാണെങ്കിലും അതിൽ കൂടുതൽ ആൾക്കാരുള്ളവരിന് എന്താ പറയാം? ദേ ആർ ഫ്രണ്ട്സ്. വേറൊരു കുട്ടി പറയുന്നത് ദേ, നമ്മൾ പറയില്ല, വേറെ കുട്ടികൾ എന്താ പറയുക? ദേ എന്ന് പറയും. ഹീ പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേ? ഹീ പറഞ്ഞാൽ ഒരു ആൺകുട്ടീനെ പറയും, നമ്മൾ വേറെ ആൺകുട്ടീനെ പറയുന്നതാണ് ഹീ. അതുപോലെ തന്നെ ഷീ പറഞ്ഞാൽ എന്താ? നമ്മൾ വേറൊരു പെൺകുട്ടീനെ പറയുന്നതാണ് ഷീ. ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു വസ്തുവിനെ പറയുന്നതാണ് ഇറ്റ്. ഇറ്റ് ഈസ് എ കൗ, ഇറ്റ് ഈസ് എ ബോയ്. അല്ല, ഇറ്റ് ഈസ് ബോയ് എന്ന് പറയില്ല കേട്ടോ, ഇറ്റ് ഈസ് ബുക്ക് അങ്ങനെ പറയും. ഇത് സബ്ജക്റ്റ് പ്രൊണൗൺസ് ആണ് കേട്ടോ. ഇത് ഐ, യു, വി, ഷീ, ഹീ, ദേ. ഐ, യു, വി,
ഹി ഷീ ദേ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ എടുക്കുന്നത് സിമ്പിളായി എടുക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. വലിയവർക്കും ഇത് മനസ്സിലാകും. വലിയവരും ശ്രദ്ധിച്ച് പറഞ്ഞാൽ വലിയവർക്കും മനസ്സിലാവും. ഇത് അറിയാത്തവർക്കൊക്കെയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.